ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കും അതേപോലെ ദോശക്കും അതേപോലെ ചോറോ അല്ലെങ്കിൽ നമ്മൾ ബിരിയാണിക്കൊക്കെ പറ്റിയ നല്ലൊരു സൈഡായിട്ടുള്ളൊരു ഡിഷുമായിട്ടാണ്, ഒരു ചെറിയൊരു ചമ്മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചമ്മന്തി ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനിത് അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, അതേപോലെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും. അപ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടെ കൂട്ടിയെടുത്താൽ മതി, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതെല്ലാം കുറവാണെങ്കിൽ കുറവെടുത്താൽ മതി. അതേപോലെ ചെറിയുള്ളിക്ക് പകരം നിങ്ങളടുത്ത് വലിയ ഉള്ളി ഉണ്ടെങ്കിൽ വലിയ ഉള്ളി എടുത്താലും മതി, പക്ഷേ ചെറുള്ളിയാണ് ഒന്നും കൂടെ ടേസ്റ്റ്. അപ്പോൾ ഇത് ഞാൻ ഈ ചെറിയുള്ളി ചെറുതായിട്ടൊന്നിങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ ഉള്ളിയാണെങ്കിലും നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതി. ഇനി നമുക്ക് വെളുത്തുള്ളിയും അതേപോലെ ഇഞ്ചിയൊക്കെ ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലോട്ടൊരു ചീനച്ചട്ടി വെക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാൻ വെച്ചാൽ മതി. ആ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തതിന് ശേഷം അതിലോട്ട് ഈ ഒരു ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ മീഡിയം ഫ്ലെയിമിലിട്ട് ഞാനിതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. നമ്മൾ ചെറിയുള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലൊട്ടും തന്നെ മുളക് ചേർത്തിട്ടില്ല, അപ്പോൾ അതിനനുസരിച്ച് വേണം മുളക് പൊടി ചേർക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അതേപോലെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വേണം മുളക് പൊടി ചേർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നന്നായി തണുത്തിട്ടുണ്ട്. അത് ഞാനൊരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും വലുപ്പത്തിലുള്ള പുളിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്, അധികം അരയ്ക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ചമ്മന്തി ഇഷ്ടമാവും. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിപ്പോൾ ചപ്പാത്തി ആയാലും പൂരി ആയാലും അതേപോലെ അപ്പത്തിനും ദോശക്കും നെയ്ച്ചോറിനൊക്കെ പറ്റിയ ഒരു സൈഡായിട്ടുള്ള നല്ലൊരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം.